ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ യാത്ര എവിടേക്കാണെന്നറിയോ? ഞങ്ങളൊരു ഡോഗ് ക്രൂസിന് പോവാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരു 4 മണിയായപ്പോഴേക്കും ഞങ്ങളെല്ലാവരും എത്തി കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടേക്കൊക്കെ ഇറങ്ങി നടന്ന് ഫോട്ടോസുകളൊക്കെ എടുത്ത് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. നാട്ടിൽ നിന്ന് ആ സമയത്ത് എൻ്റെ മൂത്ത ബ്രദറും ഫാമിലിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി എൻ്റെ ഒരു ബ്രദർ ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലി കൂടിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് കേട്ടോ. മോളൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നില്ല. അങ്ങനെ അവിടെ കിടന്ന് ഓടി കളിക്കാനും ഞങ്ങൾ പിന്നെ ഫോട്ടോ സെക്ഷനിലേക്കും ഒക്കെ ആയിട്ടൊക്കെ കടന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് കടന്ന് ഒരു ബ്രിഡ്ജുണ്ട്, ആ ബ്രിഡ്ജിലൂടെ പാസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് കടന്ന്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് നമ്മുടെ ക്രൂസും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ ക്രൂസിൻ്റെ അടുത്തേക്ക് അങ്ങ് നടന്നു. ബ്രദർ ഓൾറെഡി അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നിട്ടൊരു ബുക്കിങ്ങിൻ്റെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ക്രൂസിൻ്റെ ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്രൂസാണ്. നല്ല വൃത്തിയും വെടുപ്പും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ടുള്ളൊരു ക്രൂസ് ആ ടൈമിൽ. ക്രൂസിൻ്റെ ഉള്ളിൽ താഴെയും മുകളിലും ഇരിക്കാനുള്ള സീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മുകളിലത്തെ ഇതിലാണ് ഇരുന്നത് കേട്ടോ. അവിടെ ക്ലൈമറ്റും അത്യാവശ്യം നല്ലതായതുകൊണ്ട് തന്നെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ചെയ്തു. പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു, പിന്നെ ഫോട്ടോസുകളൊക്കെ എടുത്തു. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് സൺസെറ്റ് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ കാണാനായിട്ട് മൊത്തത്തിൽ. അപ്പോഴേക്കും പിന്നെ ഫുഡിൻ്റെ കൗണ്ടറൊക്കെ ഓപ്പണായി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വെജ് വേണ്ടവർക്ക് വെജിനും നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജും അതിനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ക്രൂസിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് എല്ലാവരുടെ വർത്താനമൊക്കെ പറഞ്ഞ് ആ ഫുഡൊക്കെ കഴിക്കുന്ന വൈബ് ഒന്ന് വേറെ തന്നെയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പോകുന്ന വഴിക്കുള്ള വ്യൂ ഞാൻ പറഞ്ഞല്ലോ.
നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ക്രൂസിനകത്ത് തന്നെ അവരിതുപോലത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ അത് ആസ്വദിക്കാൻ പറ്റി. കൂടെ തന്നെ ഒരു പാവയുടെ ഇതൊക്കെ ഇട്ടിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരു ഷോയും ഉണ്ടായിരുന്നു. അതും ഇങ്ങനെ അവർ ഓരോരുത്തരുടെ ഇടയിലൊക്കെ പോയി നടന്ന് ഇങ്ങനെ അവരോരോരുത്തരൊക്കെ ഹെയറൊക്കെ വെച്ച് അതൊക്കെ ചെയ്യുന്നത് കാണാൻ ഒരു രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തല കറങ്ങി. കാരണം ഇത്ര നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ നിങ്ങൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഡാൻസ് പെർഫോമൻസിൻ്റെ ഇടയിൽ കൊണ്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്ന കോസ്റ്റ്യൂമിൽ തന്നെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് വീണ്ടും ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതും കിടുക്കാച്ചിയായിരുന്നു. അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ആളുടെ സ്കേർട്ടിൻ്റെ ഫസ്റ്റ് ലെയർ എടുത്തിട്ട് ആളതിന് തന്നെ ഒരു കുഞ്ഞിൻ്റെ രീതിയിൽ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു അമ്മ കുഞ്ഞിനെ ഉറക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് കാണിച്ചു കേട്ടോ. അതും നന്നായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പാവയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആളിങ്ങനെ വന്ന് ഓരോരുത്തരുടെ അടുത്ത് നിന്നിട്ട് ഓരോ ഇതിൽ ചെയ്തത്. ഇതിപ്പോൾ ഒരു മൂത്ത ബ്രദറിൻ്റെ തലയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ക്രൂസിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനും സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും കുട്ടികളും വലിയവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.